ഡയാലിസിസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദിലീപിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മള് കൂട്ടായ ഒരു പരിശ്രമം നടത്തി വരികയാണ്. വർഷം മുമ്പ് എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി രാത്രി. അങ്ങനെ ഞാൻ ഈ ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നമുക്കറിയാം, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ഒന്നും പറയാനില്ല. എനിക്ക് എൻ്റെ മോനെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ്. ഇവിടെ ദിലീപേട്ടൻ്റെ വീട്ടിലാണ്. ചോറ്റാനിക്കരക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ദിലീപേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ദിലീപേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ചോറ്റാനിക്കരക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ദിലീപേട്ടൻ്റെ വീട്ടിലോട്ട് വന്നാണ്. ദിലീപേട്ടൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്നുള്ള നമുക്ക് ദിലീപേട്ടൻ തന്നെ നമുക്ക് പറയുന്നതായിരിക്കും. ദിലീപേട്ടൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഡയാലിസിസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ 3 ആയിരുന്നു. ഈ ആഴ്ച എനിക്ക് 2 ഈ ആഴ്ച 2 അപ്പോൾ ഈ ഡയാലിസിസ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ശരീരത്തിന് എങ്ങനെയുണ്ട്? ശരീരത്തില് ഡയാലിസിസ് കഴിയുന്ന ദിവസം ഭയങ്കര ക്ഷീണമായി. കാരണം ഞാൻ തുടക്കത്തിൽ കണ്ട ഒരു ഫോട്ടോ അല്ല ദിലീപേട്ടനെ ഇപ്പം നേരിട്ട് കാണുമ്പോൾ. കാരണം ദിലീപേട്ടൻ്റെ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചോറ്റാനിക്കര പഞ്ചായത്തിനല്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആദ്യം നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് നമുക്ക് ചേട്ടൻ തന്നെ പറയും. ചേട്ടൻ എന്താണ് സംഭവം? കിഡ്നിക്ക് ട്രബിള് 2. അത് മാറ്റുന്നതാണ് നല്ലതാണ് ഡോക്ടർമാര് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ മാറ്റാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സംഖ്യ ചെലവാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ കുടുംബം ഭയങ്കര ഒരു എന്താ പറയുക വിഷം പിടിച്ച സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദിലീപേട്ടന് എല്ലാ ഹെൽപ്പും ചെയ്യാൻ വേണ്ടി നമ്മുടെ ചോറ്റാനിക്കര പഞ്ചായത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പരസ്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചേട്ടൊരു സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലേ? പല ആളുകളും ഇവിടെ കൊണ്ടുവന്ന് തരുന്നില്ലേ? പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യാൻ തന്നെ ഒരു സംഖ്യ ചെലവാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തീർച്ചയായും ഈ ചേട്ടൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനത്തെ അസുഖ സംബന്ധമായിട്ടുള്ള പല വീഡിയോസുകളും കടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ചിലത് തട്ടിപ്പാണ്, അത് ചെയ്യരുന്നൊക്കെ പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നാണെന്നുള്ളത് നമ്മുടെ ദിലീപേട്ടൻ തന്നെ സംസാരിക്കുന്നത്. ദിലീപേട്ടൻ എത്ര ഡേറ്റ്? 5/2/2024. അപ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി മാസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ചില വീഡിയോസുകൾ ഇതുപോലെ ഒരു തട്ടിപ്പായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുകൊണ്ടാണ് ഞാൻ ഈ ദിലീപേട്ടനെ കൊണ്ട് തന്നെ നമ്മൾ ആ ഡേറ്റും കാര്യങ്ങളും സംസാരിച്ച്. അപ്പോൾ തുടർന്ന് ഇനിയും വീണ്ടും ചികിത്സകളും മരുന്നുകളായിട്ട് ഒരുപാട് ക്യാഷ് ചിലവുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഈ താഴെ കാണുന്ന ബാർകോഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് നമ്മളെ ദിലീപേട്ടനെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫാമിലി വിശേഷങ്ങൾ? ഫാമിലി വൈഫ്, ഒരു മോനാണ് എനിക്ക്. ഒരു മോൻ. പിന്നെ അമ്മയാണ് ഉള്ളത്. അമ്മ. ഞാനാണ് വരുമാനം. ചേട്ടാ എന്ത് ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്? കെട്ടിട പണിക്കാരനാണ്. കെട്ടിട പണിക്ക്. അപ്പൊ ഈ ഒരു അവസ്ഥ എങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്ഥിരീകരിച്ച്? ഇത് നേരത്തെ ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറിന് ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരുന്ന. അപ്പൊ ഒരു വർഷം മുമ്പ് എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി രാത്രി. അങ്ങനെ ഞാൻ ഷുഗറും പ്രഷറും ആയിരിക്കുന്നോർത്ത് ചോറ്റാനിക്കര ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത. അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ ECG വേരിയേഷൻ ഉണ്ട്. അവര് പറഞ്ഞ മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അങ്ങനെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ക്രിയാറ്റിൻ കൂടുണ്ട്, അളവ് കൂടുതലാണ്. അന്ന് മുതല് ഒരു 8-9 മാസം അതിനു വേണ്ടി മരുന്ന് കഴിച്ചു. എന്നിട്ടൊരു കുറവുണ്ടായില്ല. കുറവില്ലാതെ വന്നപ്പോഴത്തേക്കും പിന്നെയും വയ്യാണ്ട് വന്നപ്പോ എനിക്ക് പനി വന്നു. ഒരു ദിവസം പനി വന്നിട്ട് പുറംവേദന, ഛർദി, വയറിളക്കം എല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഞാൻ കിടപ്പായി പോയി. ശരിക്കും ടയർഡാന്ന് വെച്ചാൽ കിടപ്പായി. എനിക്ക് എണീച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പൊ ലക്ഷറി ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഫുൾ ചെക്കപ്പ് ചെയ്യാം, എന്നിട്ട് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഡയാലിസിസ് തുടങ്ങൂ. അന്നേരം ക്രിയാറ്റിൻ 11 അതല്ലേ? അപ്പൊ ഇപ്പൊ ഡയാലിസിസ് എവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ എനിക്ക് സൺറൈസ് ഹോസ്പിറ്റലിൽ കാക്കനാട് അവിടെ കിട്ടിയത്. ഇപ്പൊ നമ്മള് ഗവൺമെന്റിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്റെ ഒരു സീനിയോറിറ്റി ആയിട്ടില്ല. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ അവരവിടെ നമ്മൾ ഫസ്റ്റ് കൊടുത്തവർക്ക് പ്രിഫറൻസ് കൊടുത്താൽ ലിസ്റ്റ് പ്രകാരം ചെയ്യുള്ളൂ. അപ്പൊ അവര് തന്നെ പറഞ്ഞ് നിങ്ങൾ കിട്ടുന്ന എവിടെയാന്ന് വെച്ചാൽ തുടങ്ങിക്കോ, ഇവിടെ ആവുമ്പോ ഞങ്ങൾ വിളിച്ചോളാം. അപ്പൊ ഒന്ന്
ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്വേഷിച്ചു നടന്നപ്പോ സൺറൈസസിലാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് എങ്ങനെ വന്നു പോണേ സൺറൈസിലേക്ക്? ഞാൻ വണ്ടിക്ക് ഓട്ടോയ്ക്ക് അല്ലെങ്കിൽ യൂബറിന് എന്തെങ്കിലും പോകും. അതല്ലേ ഓടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനൊക്കെ ചെലവാണ്. സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരു ചേട്ടന്റെ വരുമാനമാണ് ശരിക്കും വീടിന്റെ തന്നെ അല്ലേ? അപ്പൊ അതുപോലും ഇല്ലാണ്ടാണ് ഇപ്പൊ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ വേറെന്ന് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ ചോറ്റാനിക്കര പഞ്ചായത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നമ്മുടെ കൂടെ എന്തായാലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് രാജേഷ്, ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവിടെ ദിലീപിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ കൂട്ടായ ഒരു പരിശ്രമം നടത്തി വരികയാണ്. വളരെ പെട്ടെന്നാണ് ഈ കുടുംബത്തിൻ്റെ ആശ്രയമായ ഏക വരുമാനമാർഗമായ ദിലീപ് കിഡ്നി സംബന്ധമായ തകരാറ് മൂലം ഡയാലിസിസ് ആരംഭിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കലാകാരൻ കൂടിയാണ് ദിലീപ്, ഗായകനാണ്. ദിലീപ്, ചെറുപ്പക്കാരനായ ദിലീപിൻ്റെ ചികിത്സ ഈ നാട് ഏറ്റെടുക്കുന്ന നിലയിൽ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ സുമനസ്സായിട്ടുള്ള ധാരാളം ആളുകളുടെ സഹായം വാങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ യുവജനങ്ങളുടെ കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചും ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. പരമാവധി ആളുകൾ സഹായിക്കണം. ദിലീപിൻ്റെ ഈ അവസ്ഥ, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന രോഗാവസ്ഥയിൽ നിന്നും സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് ദിലീപിനെ എത്തിക്കാൻ കഴിയുന്നതിന് നമ്മളെപ്പോലുള്ള സുമനസ്സായിട്ടുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയേ കഴിയുള്ളൂ. പരമാവധി സഹായം നൽകി ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ വാർഡിലെ മെമ്പറാണ്, പ്രകാശൻ ശ്രീധരൻ. ദിലീപിനെ സംബന്ധിച്ച് ഈ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ജ്യേഷ്ഠൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ആണ് ഈ കുടുംബത്തിന് ആകെ ഒരു വരുമാന മാർഗം. അദ്ദേഹത്തിൻ്റെ കുടുംബം, അതുപോലെ തന്നെ ചേട്ടൻ്റെ കുടുംബം, അത് മറ്റ് ചെലവുകൾ ഇതെല്ലാം വഹിക്കുന്നതിന് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ അടുത്ത സുഹൃത്തുക്കളും അതുപോലെ ബന്ധുക്കളും സംഘടനകളുമൊക്കെ സഹായിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകൾ അദ്ദേഹത്തെ സഹായിക്കാനും അദ്ദേഹത്തിന് ഒരു പിന്തുണ നൽകുന്നതിനും അദ്ദേഹം ചികിത്സ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വാർഡ് മെമ്പറും നമ്മുടെ ദിലീപൻ ചേട്ടനും കൃത്യമായിട്ട് അസുഖത്തെക്കുറിച്ച് പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്കറിയാം, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഇങ്ങനൊരു അസുഖം വന്ന് പിടിപെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ നമ്മുടെ വാർഡിലുള്ള യുവജനങ്ങളെ ആകെ കൂട്ടി ചേർത്തുകൊണ്ട് നമ്മുടെ ഒരു ക്ലബ്ബ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, യുവതല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 11 നമ്മളിവിടെ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ നമ്മുടെ വാർഡിലെ എല്ലാ ചെറുപ്പക്കാരും. അപ്പോൾ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദിലീപൻ ചേട്ടൻ്റെ അസുഖം മാറി പൂർണ്ണ ആരോഗ്യവാനായിട്ട് പഴയതുപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിലീപിൻ്റെ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ധനാസഹായത്തിന് വേണ്ടിയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ഉള്ള സഹായ നിധി താഴെ കാണുന്ന ബാർകോഡിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചേട്ടനാണ് ദിലീപ്. ഇപ്പോൾ വയ്യാതെ ഇരിക്കണം. പെട്ടെന്ന് ഒരു ദിവസം പനി വന്ന് വയ്യ.
അപ്പോൾ ചേച്ചി ഇപ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് എങ്ങനെ അറിഞ്ഞത്? ആശുപത്രി പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പനി വന്നപ്പോ ആശുപത്രി കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം അല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ എങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയണമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചേച്ചിയുടെയും അമ്മയുടെയും ആ മുഖം കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ഷൂട്ട് ചെയ്ത പോലെ അല്ല ഇപ്പോൾ വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ചേച്ചിയുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ചേച്ചിയുടെ വിഷമം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ ഒരു ശരിക്കും കൈത്താങ് തന്നെയായിരുന്നു നമ്മുടെ ദിലീപേട്ടൻ അല്ലേ? പെട്ടെന്ന് വയ്യായിക വന്ന് ഇങ്ങനെ കാരണം നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നുണ്ട്. പനി അല്ലെങ്കിൽ ജലദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് ഹോസ്പിറ്റലും അവർ തരുന്ന മരുന്ന് കഴിക്കും, പിന്നെ അസുഖം മാറി അങ്ങ് മിണ്ടാണ്ടിരിക്കും. പക്ഷെ ഇതല്ല, വീണ്ടും ഇതുപോലെ ചേട്ടന് പനി ഛർദിയൊക്കെ വന്നു അല്ലേ? വന്നു. പിന്നെ അതിനു ശേഷമാണ് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയത് അല്ലേ? അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഈ അസുഖത്തിന്റെ ഭീതി നമ്മളെ മനസ്സിലായത് അല്ലേ? അപ്പൊ അമ്മ ഇതിപ്പോ എന്നിട്ട് മോന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അമ്മയും ചേച്ചിയും ദിലീപേട്ടന് വേണ്ട സപ്പോർട്ട് കൊടുക്കും. കാരണം ദിലീപേട്ടൻ തളരരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ വീടിൻ്റെ ഒരു കൈത്താങ് തന്നെയാണ് ദിലീപേട്ടൻ. അപ്പം അതിൽ നിന്നിങ്ങനെ മാറി വന്നു പറയുമ്പോൾ നമുക്ക് സത്യമായി ജീവിതത്തിൽ വിഷം പിടിച്ച നിമിഷങ്ങൾ തന്നെയാണ്, അതിൽ പറയാൻ വയ്യ. പക്ഷെ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും നിങ്ങൾക്ക് കഴിയാവുന്ന എന്ത് തന്നെയായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബാർകോഡിൽ സ്കാൻ ചെയ്യാം. അങ്ങനെ നിങ്ങളെ കഴിയുന്ന സഹായം ചെയ്ത് ഈ കുടുംബത്തെ നിങ്ങളെ കൂടെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകം ഒന്നും പറയാൻ എനിക്ക് എൻ്റെ മോനെ രക്ഷിച്ചാൽ മതി എന്ന് മാത്രമേ ഒരു വിചാരമുള്ളൂ. നാട്ടുകാരെല്ലാരും കൂടെ ഉണ്ട്. ചോറ്റാനിക്കര പഞ്ചായത്തുകാരും ഒരുപാട് സംഘടനകളിലും പറ്റാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ദിലീപേട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ഇന്നത്തെ അവസാനിക്കുകയാണ്. കാമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ വീണുറങ്ങുന്ന ഒരു ശ്രീരാഗനി നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗനി നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. അപ്പോൾ ദിലീപേട്ടൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചോറ്റാനിക്കര പഞ്ചായത്തും അതുമാത്രമല്ല ഇവിടുത്തെ വാർഡ് മെമ്പറും ഇവിടുത്തെ ഒരുപാട് സംഘടനകളും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ദിലീപേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും നിങ്ങൾക്ക് കഴിയാവുന്ന സഹായം ചെയ്ത് നമ്മുടെ ദിലീപേട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെവരെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള കുറച്ച് വിശ്വാസത്തോടെ ഞാൻ ഇവിടെ പറഞ്ഞതാണ്. ഗുഡ് ബൈ. ശ്രീകൃഷ്ണനാണ്.